വയനാട്ടിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. വയനാട് പയ്യമ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ചാലിഗഡ്ഡ പനച്ചിൽ അജിയാണ് കൊല്ലപ്പെട്ടത്. വീടിന്റെ മതിൽ തകർത്ത ആന മുറ്റത്ത് വെച്ചാണ് അജിയെ ആക്രമിച്ചത്. കർണാടക പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ് ആക്രമണം നടത്തിയത്. ആനയെ കണ്ട് ഭയന്നോടിയ അജി ഗേറ്റിൽ തട്ടി വീഴുന്നു. ആന പിന്തുടർന്ന് വന്ന് ആക്രമിക്കുന്നു. അതാണ് നമ്മൾ ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ആ ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ഇപ്പോൾ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. അവിടെ ആശുപത്രിയിൽ നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധവും ഉയർത്തുന്നുണ്ട്. സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു വനം മന്ത്രി AK ശശീന്ദ്രൻ സ്ഥിതിഗതികൾ വിലയിരുത്താൻ അടിയന്തര യോഗം ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ദൌത്യ സംഘത്തെ അയച്ച് ഇപ്പോഴത്തെ അവസ്ഥ പരിഹരിക്കുമെന്നും ആനയെ കാട്ടിലേക്ക് തിരികെ അയക്കാനാണ് ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. വളരെയേറെ വേദനിപ്പിക്കുകയും ഉത്കണ്ഠക്ക് വഴിവെക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസമായി വയനാട് മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. വന്യജീവികളുടെ നിരന്തരമായ അക്രമത്തിന് വിധേയരായി അവിടുത്തെ മനുഷ്യർ കൊല്ലപ്പെടുകയും കൃഷി നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വനം വകുപ്പ് ചെയ്യാവുന്ന നിയമപരമായ എല്ലാ നടപടികളും ത്വരിതഗതിയിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കാനുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നത് കൂടുതൽ ദൌത്യസംഘത്തെ അയച്ചുകൊണ്ട് ഈ ഇത്തരം വന്യമൃഗങ്ങളെ പിടികൂടുകയോ കാട്ടിലേക്ക് തിരിച്ചയക്കുകയോ പിടികൂടി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ മറ്റൊരു കാട്ടാന, കർണാടകത്തിൽ നിന്നും വന്ന കാട്ടാന തന്നെയായിരുന്നു അത്. ആ കാട്ടാനയെ നമ്മൾ മയക്കുവെടി വെച്ച് പിടിച്ചെങ്കിലും അതിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ദാരുണമായ സ്ഥിതി കൂടിയുണ്ട്. ഇതെല്ലാം പരസ്പര വിരുദ്ധമായ ഏറ്റുമുട്ടുന്ന നിലപാടുകളാണ്. രണ്ടു പക്ഷത്തും വളരെ വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇന്നലെ ഒരു ചാനൽ നടത്തിയ ചർച്ചയിൽ ആനസ്നേഹികളുടെ ഭാഗത്തു നിന്നും വളരെ രൂക്ഷമായ വിമർശനമാണ് വനം വകുപ്പിനുണ്ടായിട്ടുള്ളത്. വനം വകുപ്പ് പിരിച്ചുവിടണമെന്ന് വരെ അദ്ദേഹം അതിന്റെ പ്രയാസം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലുള്ള ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം അവിടെയുണ്ട്. ഒരു ഉന്നതതല ആലോചനാ യോഗം നമുക്ക് ഇപ്പോൾ തന്നെ കൂടാൻ വേണ്ടി കഴിയുമോ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ജിൻസ് തോട്ടുംകരയുണ്ട് വിവരങ്ങളുമായി. ജിൻസ്, വലിയ രീതിയിലുള്ള ഭീതി പരത്തിയ ആന ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യം, ആശുപത്രിയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഈ ആനയെ വനം വകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു. അവരുടെ നിരീക്ഷണത്തിലുള്ള ആനയായിരുന്നു. കാട്ടിലേക്ക് കടത്തിവിടാനുള്ള ശ്രമമാണ് നടത്തി വന്നത്. അതിനിടയിൽ ഇതെങ്ങനെ ജനവാസ മേഖലയിലേക്ക് വന്നു? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, ഇന്ന് രാവിലെ 7:30യോടെയാണ് ഈ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഈ പയ്യമ്പള്ളി ചാലിഗതയിൽ എത്തുകയായിരുന്നു. ഇവിടെ വെച്ചാണ് ഈ അജി കൊല്ലപ്പെടുന്നത്. ഈ ആക്രമിക്കുന്ന CCTV ദൃശ്യവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആനയെ ഓടിച്ചപ്പോൾ ആളുകളെല്ലാം തന്നെ ഒരു വീടിന്റെ മതിലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ മതിൽ തകർത്തുകൊണ്ട് ആന മുറ്റത്തെത്തുകയും ഇവിടെ വെച്ചാണ് അജിയെ ആക്രമിക്കുകയും ചെയ്തത്. ഉടനെ തന്നെ ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല. ഈ ട്രാക്ടർ ഡ്രൈവർ കൂടിയാണ് ഈ കൊല്ലപ്പെട്ട അജി. ഈ വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിൽ നടക്കുന്നത്. വയനാട് മെഡിക്കൽ കോളേജിൽ നാട്ടുകാർ തടിച്ചുകൂടുകയും വലിയ രീതിയിലുള്ള വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കർണാടകയിലെ റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ തണ്ണീർക്കൊമ്പൻ എന്ന
കാട്ടാന ഇറങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ ഈ കാട്ടാന എത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ നിലവിൽ ഈ ആക്രമണകാരിയായിട്ടുള്ള ഈ കാട്ടാന ഇപ്പോൾ കുറുവ കാടുകളുടെ അതിർത്തി പങ്കിടുന്ന ജനവാസ മേഖലയായ പടമലയിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. വനപാലകർ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിലവിൽ ഈ ആനയെ തുരത്താനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഉത്തരമേഖല CCF KS ദീപ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, കർണാടകയിൽ നിന്നും മറ്റൊരു റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന കേരളത്തിൽ എത്തിയിട്ടുണ്ട്. വയനാടിന്റെ വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച മോഴയാന എത്തിയിട്ടുള്ളത്. മുത്തങ്ങിയിലായിരുന്നു ഈ ആനയെ ആദ്യം കണ്ടത്. അതിനുശേഷം വനംവകുപ്പിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ എന്തുകൊണ്ട് ഇറങ്ങി, എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ പരിശോധിക്കേണ്ടതുണ്ട്. വനംവകുപ്പിനെതിരെ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ആരോപണവും ഇപ്പോൾ നിലവിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ തണ്ണീർക്കൊമ്പൻ നേരത്തെ ഇറങ്ങിയ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ആനയെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ആളുകളെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. രേണുക, ജിൻസ്, സ്വാഭാവികമായും ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ്. വലിയ പ്രതിഷേധം അക്കാര്യത്തിൽ ഉണ്ടാകും. ആ ഒരു സ്വാഭാവിക പ്രതികരണമാണോ നമ്മൾ അവിടെ കാണുന്നത്? എന്താണ് ആശുപത്രിയിൽ തടിച്ചുകൂടിയിട്ടുള്ള ആളുകൾ, അവരുടെ ആവശ്യം എന്താണ്? അവർ എന്താണ് ആവശ്യപ്പെടുന്നത്? നിലവിൽ ഈ ആക്രമണകാരിയായിട്ടുള്ള ഈ കാട്ടാനയെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തുരത്തുകയോ അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടുകയോ ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്തായാലും ആളുകൾ വലിയ പ്രതിഷേധം നടക്കുമ്പോഴും ഈ പ്രദേശത്ത് നിലവിൽ ഈ കുറുക്കുമൂല, കുറുവ, പയ്യമ്പള്ളി ഡിവിഷനുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കാട്ടാന വന്ന വഴികളിലെല്ലാം തന്നെ വലിയ രീതിയിൽ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ പോലും ഈ ആനയുടെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇതിന് അടിയന്തരമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഈ പ്രദേശത്ത് നിലവിൽ ഈ പ്രതിഷേധം നടക്കുന്നത്. ജിൻസ്, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു, അവരുടെ നിരീക്ഷണത്തിൽ ഈ ആനയുണ്ട്, മോഴയാനയാണ്, അവർ നിരീക്ഷിച്ചു വരികയാണ്, റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള ആനയാണ് എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ കൃത്യമായി നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകാനോ കഴിയാത്തത്? നമുക്കറിയാം, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ ആന ഓടി വരുമ്പോൾ ഭയന്ന് ഓടുന്ന CCTV ദൃശ്യങ്ങളാണ് നമ്മളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിന്റെ നിരീക്ഷണത്തിൽ എവിടെയെങ്കിലും പാളിച്ച വന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി? അത്തരം വിവരങ്ങൾ അല്ലെങ്കിൽ എവിടെയോ വീഴ്ച സംഭവിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളാണോ നമുക്ക് ലഭിക്കുന്നത്? നിലവിൽ ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ഇത്തരത്തിൽ കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്ന കാര്യത്തിൽ വനംവകുപ്പിന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഇത് കർണാടക വനംവകുപ്പാണ് ഈ റേഡിയോ കോളർ ഘടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇതിന്റെ സഞ്ചാര ദിശ അടക്കമുള്ള കാര്യങ്ങൾ ഇവർക്കാണ് അറിയാൻ കഴിയുക. തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. 200 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ടാണ് ഇത് മാനന്തവാടി നഗരത്തിൽ എത്തുകയും ഇത്തരത്തിൽ ഭീതി സൃഷ്ടിക്കുകയൊക്കെ ചെയ്തത്. ഈ സാഹചര്യത്തിൽ നിലവിൽ ഇത്തരത്തിൽ വനംവകുപ്പ്, കർണാടക വനംവകുപ്പിന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കേരള വനം വകുപ്പിനെ അറിയിക്കാത്തതാണ് ഇത്തരത്തിലെ ഒരു പ്രതിസന്ധിയിലേക്ക് നേരിടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിന്റെ സഞ്ചാരപാത അറിയാത്തതാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങാനും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകാനും കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിനെ എത്രയും പെട്ടെന്ന് വനത്തിലേക്ക് തുരത്താനുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. നേരത്തെ തണ്ണീർക്കൊമ്പന്റെ കേസിൽ ഏകദേശം ജനവാസ മേഖലയിൽ നിന്നും 20 കിലോമീറ്റർ അകലെയായിരുന്നു കാടുണ്ടായിരുന്നെങ്കിൽ ഇത് തൊട്ടടുത്ത് തന്നെയാണ് കാടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ തുരത്തുക എന്നുള്ളത് എളുപ്പമായ കാര്യം തന്നെയാണ്. എന്തായാലും അത്തരത്തിലേക്കുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ വനപാലകർ കടക്കുന്നത്. രേണുക, ദൗത്യ സംഘത്തെ അയക്കും എന്ന കാര്യമാണ് വനമന്ത്രി സൂചിപ്പിച്ചത്. അതുവരെ ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ആ ദൗത്യസംഘം ഉടൻ തന്നെ എത്തുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? നമുക്കറിയാം, തണ്ണീർക്കൊമ്പൻ ഇറങ്ങിയെങ്കിലും അത് ജനവാസ മേഖലയിലൂടെയൊക്കെ പോകുമ്പോൾ പോലും ഇതുപോലെ വയലന്റ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ഈ ആക്രമണങ്ങൾക്കൊന്നും അത് മുതിർന്നില്ല. കുറച്ച് കൃഷിസ്ഥലമൊക്കെ നശിപ്പിക്കുക മാത്രമായിരുന്നു ചെയ്തത്. പക്ഷേ ഇത് മറിച്ചൊരു സാഹചര്യമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ അടിയന്തരമായ എന്തൊക്കെ നടപടികളാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? നിലവിൽ ഈ പ്രദേശത്ത് കൃത്യമായ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാനന്തവാടി നഗര മുനിസിപ്പാലിറ്റിയിലെ ഈ കുറുക്കൻമൂല, കുറുവ, അതുപോലെ തന്നെ കാടൻകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിലാണ് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനങ്ങളോട് പുറത്തിറങ്ങാൻ പാടില്ല, കൃത്യമായി ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ വിജയം കണ്ടിരിക്കുന്ന വയനാട് RRT
സംഘം ഉൾപ്പെടെയുള്ളവർ മുത്തങ്ങയിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിനെ ഉടൻ തന്നെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികളിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടക്കുന്നത് രേണുക. ശരി, എന്തായാലും സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൃത്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നതാണ് വനമന്ത്രി പറയുന്നത്. ആനയെ തുരത്താനുള്ള ശ്രമങ്ങളാണ് അടിയന്തരമായി നടത്തുന്നത്. കൂടുതൽ ദൗത്യസേന അംഗങ്ങളെ എത്തിക്കുമെന്നതുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. എന്തായാലും നാട്ടുകാർ വലിയ ഭീതിയിലും പ്രതിഷേധത്തിലുമാണ്. ആശുപത്രിയിൽ നാട്ടുകാർ തടിച്ചുകൂടി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 7:30 ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. ഈ ആന അപ്രതീക്ഷിതമായി എത്തുന്നു. അത് കണ്ട് ഭയന്ന് ഓടിയ അജി എന്ന വ്യക്തി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മറ്റൊരു വീടാണ്. ആ വീടിന്റെ ഗേറ്റ് ചാടിക്കടന്ന് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പോലും അതിൽ ഗേറ്റിൽ തട്ടി അദ്ദേഹം നിലത്ത് വീഴുന്നു. ആന മതിൽ തകർത്ത് ഗേറ്റ് തകർത്ത് അകത്ത് കയറി ആക്രമിക്കുകയായിരുന്നു. വലിയ ഭീതിതമായ ഒരു സാഹചര്യം തന്നെയാണ്. ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു. പക്ഷേ വനപ്രദേശം അടുത്ത് തന്നെയുണ്ട്. അതിനെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് ജിൻസ് നൽകുന്ന വിവരം. ജിൻസ്, ഈ ആളുകൾ ഈ ആനയെ പിന്തുടർന്നു എന്ന തരത്തിലുള്ള വിവരം വരുന്നുണ്ട്. പക്ഷെ നമുക്ക് എത്രമാത്രം സ്ഥിരീകരിക്കാൻ കഴിയും എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങളില്ല. ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടും നമ്മൾ തണ്ണീർ കൊമ്പൻ്റെ കാര്യം വന്നപ്പോൾ കണ്ടതാണ്. ആളുകൾ അതിനെ പിന്തുടർന്ന് നടക്കുന്നതും ദൃശ്യങ്ങൾ എടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്താണ് സിറ്റുവേഷൻ? നൽകുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ പാലിക്കുന്നുണ്ടോ? ആളുകൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കണം, കാരണം വയലൻ്റ് ആയിട്ടുള്ള ആനയാണ്, ആ രീതിയിലാണ് അതിൻ്റെ പെരുമാറ്റം. അപ്പോൾ ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെടുന്നുണ്ടോ? നിലവിൽ രേണുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തണ്ണീർക്കൊമ്പന്റെ കേസിൽ ആളുകൾക്കെല്ലാം വലിയ കൗതുകമായിരുന്നു. പക്ഷെ ഇത്തരത്തിൽ വലിയ ആക്രമണമൊന്നും നടത്താതെയായിരുന്നു തണ്ണീർക്കൊമ്പൻ ഈ പ്രദേശത്ത് എത്തുകയും അതിനുശേഷം ഈ വനംവകുപ്പ് പിടികൂടുകയൊക്കെ ചെയ്തത്. പക്ഷെ ഇത്തരം വലിയ ആക്രമണകാരിയായിട്ടുള്ള മറ്റൊരു മോഴയാനയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾ പാലിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ജനങ്ങളോട് വീടിന് പുറത്തിറങ്ങുന്നതിനോ മറ്റു സ്ഥലത്തേക്ക് പോകുന്നതിനോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശം പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ആക്രമണകാരിയായിട്ടുള്ള കാട്ടാനയുടെ മുന്നിൽ പെട്ടുകഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ജാഗ്രതാ നിർദ്ദേശം നേരത്തെ നൽകിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകൾ കൂട്ടം കൂടുന്നതിനോ മറ്റുള്ള ഈ ആനയെ പിന്തുടരാനോ പാടില്ല എന്നുള്ള കാര്യത്തിൽ നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകൾ ഇതിനെ എത്രയും പെട്ടെന്ന് വനത്തിലേക്ക് തുരത്താനുള്ള നടപടികളിലേക്കാണ് എന്തായാലും കടക്കുക. നേരത്തെ തണ്ണീർക്കൊമ്പന്റെ കേസ് പോലെയല്ല ഇത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും വലിയ ആശങ്കയും ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് കൊണ്ടുള്ള ദുരിതം അത് ഏറി വരികയാണ്. ഇടവേളകളില്ലാത്ത ആക്രമണം. ഇതേ ഭാഗത്ത് തന്നെയാണ് ഒരാഴ്ച മുൻപ് തണ്ണീർക്കൊമ്പൻ എന്ന ആന വലിയ ഭീതിതമായ സാഹചര്യം സൃഷ്ടിച്ചത്. എന്തായാലും അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ ഒഴിവായി. പക്ഷേ ആ ആനയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇതിപ്പോൾ മറ്റൊരു സംഭവം ഒരാഴ്ച പിന്നിടുമ്പോൾ ഉണ്ടാകുന്നു. അതിലൊരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിയ ഭീതിതമായ സാഹചര്യം ഇപ്പോഴും അവിടെ തുടരുന്നു. ആനയെ കാട് കയറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു ഭാഗത്ത് അന്വേഷണം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ ദൗത്യ സംഘത്തെ അയക്കുന്നു എന്നതാണ് വനം മന്ത്രി പറയുന്നത്. പാലക്കാട് പുതുശ്ശേരിയിൽ നിന്ന് വരുന്ന വിവരങ്ങളും സമാനമാണ്. പുതുശ്ശേരി പാടശേഖരത്തിൽ കാട്ടാന കൃഷി നശിപ്പിച്ചിരിക്കുന്നു. ഏതാണ്ട് 12 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലാണ് പല ഭാഗങ്ങളിലായി കാട്ടാന കൃഷി നശിപ്പിച്ചത്. പാടത്തിന് ചുറ്റും സ്ഥാപിച്ച കമ്പിവേലിയും കാട്ടാന തകർത്തിട്ടിട്ടുണ്ട്. അത് മറ്റൊരു ദുഃഖമായി മാറുകയാണ്. വലിയ രീതിയിലുള്ള കൃഷിനാശമാണ് പാലക്കാട് സംഭവിച്ചിരിക്കുന്നത്. കമ്പിവേലികൾ തകർത്തുകൊണ്ടാണ് കാട്ടാന ഈ പാടശേഖരത്തിൽ ഇറങ്ങിയത്. പലയിടങ്ങളിലായി കൃഷി നശിപ്പിച്ചതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പുതുശ്ശേരി പാടശേഖരത്തിലാണ് കാട്ടാന ഈ രീതിയിൽ കൃഷി നശിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 12 ഏക്കറോളം വരുന്ന പാടശേഖരമാണ് ഇത്. പല ഭാഗങ്ങളിലായി കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ നാശനഷ്ടം കർഷകരെ സംബന്ധിച്ച് വലിയ നാശനഷ്ടം ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് കമ്പിവേലികളൊക്കെ സ്ഥാപിച്ച പാടശേഖരമാണെങ്കിലും അതൊക്കെ തകർത്തുകൊണ്ടാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്.
വലിയ രീതിയിലുള്ള ദുരിതമാണ് വന്യജീവികൾ കാടിറങ്ങുന്നത് മൂലമുണ്ടാകുന്നത്. ഏറെ നാളായി തുടരുന്ന ദുരിതം ഇപ്പോൾ വയനാട്ടിൽ ഒരു ജീവൻ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പാലക്കാട്ടേക്ക് എത്തുമ്പോൾ അത് വലിയ രീതിയിലുള്ള കർഷകരുടെ നഷ്ടമായി മാറുകയാണ്. പാടശേഖരത്തിൽ ആനയിറങ്ങി കൃഷി നശിപ്പിച്ചിരിക്കുന്നതാണ്. വിളഞ്ഞു തുടങ്ങുന്ന പാടമാണ്, അല്ലെ നെൽക്കതിരുകളാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് വ്യാപകമായ കൃഷിനാശം ഉണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിലും ആനയിറങ്ങി